ജസ്റ്റ് ഈ ഒരു ട്രേഡിൽ നമ്മൾ തോട്ട് ഞാൻ പറഞ്ഞ പ്രോസസ്സ് വളരെ സിമ്പിളാണ്. ഏഷ്യയുടെ ഹൈ ടേക്ക് നോട്ട് ചെയ്യുന്നു. ഓൾറെഡി നമുക്ക് ഈ ഒരു ബൈ സൈഡ് എടുത്തിട്ട് സെൽ സൈഡ് എടുത്തതിന് ശേഷം പ്രൈസ് അപ്പ് സൈഡിലേക്ക് ഒരു മൊമെൻറ്റം തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി 2 o'clock ശേഷമാണ് നമ്മുടെ ആ ഒരു ലണ്ടൻ കിൽ സോണിന് ശേഷമാണ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോയി ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല. ശേഷം പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോയി. നമ്മുടെ ഡെയിലി ബയാസ് എന്താണ്? ബെയറിഷാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഓപ്പണിങ്ങിന് ശേഷം അപ്പ് സൈഡിലേക്ക് ഒരു പ്രൈസ് റണ്ണ് വേണം. പക്ഷെ ഇവിടെ ആകെയുള്ളൊരു നമുക്ക് കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ പ്രൈസ് റണ്ണ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഷോർട്ട് ടേം ആയിട്ടാണ് ട്രേഡിങ് ടാർഗറ്റും കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്യണേ. നമുക്കൊരു പ്രീം ഏരിയയിലേക്കുള്ള റണ്ണോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല ഈ ഒരു ഏരിയയിൽ. ഓക്കെ, അതിനുശേഷം പ്രൈസ് ഈ ഒരു ഹൈ ടേക്കൻ ഔട്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ വെയിറ്റ് ചെയ്ത് കുറച്ച് സമയം കൺസോളിഡേറ്റ് ചെയ്ത് നല്ല രീതിയിൽ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഏരിയയിൽ തന്നെ ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു ലെവലിൽ തന്നെ ഞാൻ ഷോർട്ട് ചെയ്ത് റിവേഴ്സ് വന്നപ്പോൾ അതിന് ശേഷം പ്രൈസ് ഇമ്പൾസീവായിട്ട് എന്ത് ചെയ്തു? ഡൗൺ സൈഡിലേക്ക് വന്നു. അതേപോലെ കയറിപ്പോയി. നമ്മളെ ട്രേഡ് പ്ലാൻ അതേപോലെ ഇതാക്കുക. ഞാൻ ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലെവലാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു ലെവലാണ് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീക്കെൻഡ് ഇവിടെ ഈ ഒരു ലെവലിൽ. അതിനുശേഷം എന്ത് സംഭവിച്ചു? പ്രൈസ് ഇതുവരെ കയറിപ്പോയി. നമുക്ക് നോ ഫിയർ വെയിറ്റ് ചെയ്തു. ട്രേഡ് പ്ലാൻ പോലെ തന്നെ ഡൗൺ സൈഡിലേക്ക് വന്നു, നേരെ ഡൗൺ വന്നു. നമ്മൾ ടാർഗറ്റ് ഏരിയ ഏതാ ഉള്ളത് നോക്കുക. ഓൾറെഡി ഈ ഒരു ഏരിയയിലുള്ള സെൽ സൈഡ് എല്ലാം എടുത്തെങ്കിൽ പോലും ഏഷ്യയുടെ ലോ എപ്പോഴും ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് തന്നെയാണ് റിയാക്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഡെയിലി ബയാസ് ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് പ്രീവിയസ് ഡേ ലോ ഈ ഒരു ഏരിയയിൽ കണ്ട പ്രീവിയസ് ഡേ ലോ PDL എന്ന് പറഞ്ഞാൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഡേ ലോ വരുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. അപ്പോൾ പ്രൈസ് എന്തായാലും ഈ ഒരു ഏരിയയിലേക്ക് വരണം. അപ്പോൾ പ്രൈസ് ഇപ്പോൾ ഉള്ള കറണ്ട് സിനാരിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്ന് പാനിക്, ഒരു സ്റ്റോപ്പ് ലോസ് വരാനുള്ള രീതിയിലുള്ള ഒരു മൊമെൻ്റാണ് വന്നിട്ടുള്ളത് അല്ലേ. നോക്കിയേ, അതായത് പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നു. ഇവിടെ 5 minutes പ്ലസ് OB ഉണ്ട്, അതേപോലെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, എല്ലാം റിയാക്ട് ചെയ്തിട്ട് അപ്പ് സൈഡിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ട്, അത് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ആ ഒരു ഏരിയ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, എക്സിറ്റ് ആയി. നമ്മൾ നെക്സ്റ്റ് പ്ലാൻ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ആ ഒരു പ്ലാനിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു. നമ്മൾ സെയിം റിസ്ക് മാനേജ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയുള്ള സിറ്റുവേഷനിലെല്ലാം ആൾക്കാരെന്ത് ചെയ്യുക? പാനിക്കായിട്ട് സെല്ല് ചെയ്ത് പോകും. അങ്ങനെ പോകേണ്ട ആവശ്യമില്ല നമുക്കിവിടെ. ഇവിടെ നമുക്കിപ്പോൾ ഉള്ള കറണ്ട് സിനാരിയോ നോക്കുക. നിങ്ങൾ വാലിഡേഷൻസ് നോക്കുക. ഫസ്റ്റ് നമുക്കിവിടെ വന്നിട്ടൊരു ഇൻവാലിഡേഷൻ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇൻവാലിഡേഷൻ വന്നിട്ടുള്ളത്. പക്ഷെ അതേപോലെ റിവേഴ്സ് പോയി. അപ്പോൾ ഈ റിവേഴ്സ് പോകുന്ന സമയത്ത് ഈ ലെഫ്റ്റ് സൈഡ് നോക്കിയേ, ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്കും കൂടി ഉണ്ട്. ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ത്രഷോൾഡ് പോയിട്ടാണ് റിവേഴ്സിൽ വന്നിട്ടുള്ളത്. ഓക്കെ, പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നു. ഈ ഒരു ഓർഡർ ബ്ലോക്ക് വാലിഡേറ്റ് ചെയ്തു. എപ്പോഴും ഒരു PDRIs വാലിഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു റിയാക്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് കണ്ടോ, ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് പ്രൈസ് വീണ്ടും റിയാക്ഷൻ അതിൻ്റെ അപ്പ് സൈഡിലേക്ക് പോയിട്ടുണ്ട്. അപ്പ് സൈഡിലേക്ക് പോയി ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് എന്താണ് ചെയ്യുന്നത്? ഇവിടുന്ന് ഓർഡേഴ്സ് അക്യുമുലേറ്റ് ചെയ്യലാണ് പ്രൈസ് ഡൗൺ സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇൻ കേസ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പ്ലാൻ നോക്കാം. ഓൾറെഡി ഈ ഒരു ഹൈ ലെവലിൽ നിന്നാണ് പ്രീമിയം ഏരിയ വരുന്നത്. കണ്ടോ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഈ ഒരു ഗ്രീൻ ലൈൻ ഉണ്ട്, ഇതാണ് നമുക്ക് പ്രീമിയം ഏരിയ വരുന്നത്. ഇവിടുന്ന് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ നമുക്ക് ഷോർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നോർമലി ഒരു A+ സെറ്റപ്പ് എന്നുള്ള രീതിയിൽ ഹൈ ടൈം ഫ്രെയിം PDRI, ലോ ടൈം ഫ്രെയിം കൺഫർമേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ സെല് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 5 minutes ടൈം ഫ്രെയിം ബേസ് ചെയ്തിട്ട്. ഓക്കെ, 5 minutes. ഓക്കെ, അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് DXY ഒന്ന് നോക്കാം. DXY ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇത് സെല്ലാണ് പോകുന്നുണ്ടെങ്കിൽ അത് ബൈ പോകണം. അപ്പോൾ നമുക്ക് DXY ഒന്ന് നോക്കാം. ഞാൻ DXY അങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. DXY നോക്കുമ്പോൾ എന്താ സംഭവം? നേരത്തെ ഇവിടെ നമുക്കൊരു SMT കിട്ടിയിട്ടുണ്ട്. SMT വെച്ച് കഴിഞ്ഞാൽ EURUSD നമുക്കിവിടെ ഒരു ഹയർ ഹൈ, അതായത് ഏഷ്യയുടെ ഹൈൻ്റെ മുകളിലോട്ട് ഒരു ഹൈ ക്രിയേറ്റ് ആയിട്ടാണ് ഡൗൺ സൈഡിലേക്ക് വന്നത്. പക്ഷേ അതേ സമയത്ത് DXY എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാതെ ഈ ഒരു ലോ ഇവിടെ തന്നെ ഹോൾഡ് ചെയ്തിട്ടാണ് പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോയിട്ടുള്ളത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ പറയുന്നത് SMT എന്ന് പറയുന്ന കാര്യം നമ്മളോട് പറഞ്ഞു തരുന്നത് ഇവിടെ ഒരു ബയർ അക്യുമുലേഷൻ ആണ് DXYയിൽ നടക്കുന്നതെന്നാണ്. ഓക്കെ, അപ്പോൾ അത് ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ നല്ലൊരു ഇമ്പൾസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടി. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഏരിയ ഇവിടെ നോക്കലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്സ് എന്നെല്ലാം നമുക്ക് ഒരു റിയാക്ഷനും കൂടി കിട്ടിയിട്ടുള്ളത്. ഇനി എന്താ ചെയ്യേണ്ടത്?
പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നു. നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെ ടാപ്പ് ചെയ്ത് ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്ത് പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോയി, വീണ്ടും ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എന്താണ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നമുക്ക് എടുക്കാം. ഇപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇപ്പം നമുക്ക് എന്താണ് കാണുമ്പോൾ രസമുണ്ട്. ഐ മീൻ ഒരു പിൻബാർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്, പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വരുമല്ലോ, ഹോപ്പ് ചെയ്ത് നിൽക്കും. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു, ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക, വെയിറ്റ് ചെയ്യുക, പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യുക. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണെങ്കിലോ, സ്റ്റോപ്പ് ലോസ് ഞാൻ ഈ ഒരു ലെവലല്ല, ഈ ഒരു ലെവലുള്ളത്. ഓക്കെ, ചില സമയത്ത് പ്രൈസ് അപ്പ് സൈഡിലേക്ക് ഇങ്ങനെ പോയിട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്തില്ല ഡൗൺ സൈഡിലേക്ക് വരും. അതുകൊണ്ട് തന്നെ കുറച്ച് അപ്പ് സൈഡിലേക്കാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ലെവല് ട്രേഡ് എങ്ങനെ നോക്കിയാണെങ്കിൽ ഒരു 1:2 എന്നുള്ള രീതിയിലാണ് ഞാൻ ബുക്ക് ചെയ്യാനും പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ വെയിറ്റ് ചെയ്യാം, അത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും ടാർഗറ്റ് ആണെങ്കിലും ഇതിൻ്റെ ഒരു ലാസ്റ്റ് വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എനിക്കറിയില്ല ഇപ്പോൾ എന്താണ് മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു എക്സ്പെക്റ്റേഷൻ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് പ്രൈസ് ഡൗൺ സൈഡിലേക്കാണ് പോകേണ്ടത് നമ്മൾ അനാലിസിസ് പ്രകാരം. അതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ച് വെച്ച് നമ്മുടെ അനാലിസിസ് മൊത്തം തെറ്റാണ്, നമ്മളെല്ലാം റോങ് ആണെന്നാണ് അല്ല. ജസ്റ്റ് നമ്മൾ ബിസിനസ് ചെയ്യുന്നു, അതിൻ്റെ ഒരു കോസ്റ്റ് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഇൻ കേസ് അത് പ്രോഫിറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിവാർഡ് കിട്ടുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക, ഈ ഒരു ഏരിയയിൽ നിന്ന് എന്താണ് റിയാക്ഷൻസ് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് എന്താണ് റിയാക്ഷൻസ് നോക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്കുള്ള ജസ്റ്റ് ചെറിയ ചെറിയ ഇമോഷൻസും കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ എന്താ കാണുമ്പോൾ ബൈങ് വരുന്നുണ്ട്, സെല്ലിങ് പോയതാണ്, ബൈങ് വരുന്നുണ്ട്, എസ് എൽ അടിച്ചേക്കോ എന്നുള്ളൊരു ഫിയർ എനിക്കായാലും ആ ഒരു തോട്ട് വരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ വെയിറ്റ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് അവിടെ ഉണ്ട്, നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ കണ്ടോ പ്രൈസ് നല്ല രീതിയിൽ അപ്സൈഡിലേക്ക് കൊണ്ട് നമ്മൾ കൂളായിട്ട് നോക്കുക അവർ ഏരിയയിൽ എന്താണ് റിയാക്ഷൻസ് നോക്കുക. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താണ് നമുക്ക് സംഭവിക്കുക നോക്കാം. മിക്കവാറും ചിലപ്പോൾ ഒന്നെങ്കിലും നമ്മുടെ ആ ഒരു ടാർഗറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബിസിനസ്സിൻ്റെ ആ ഒരു ഇന്നത്തെ ലോസ് നമുക്ക് സഹിക്കാം. നെക്സ്റ്റ് ട്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെടുക്കാം. ഓക്കെ, ഞാൻ രണ്ടാമതൊരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഫസ്റ്റ് റെക്കോർഡിങ് കഴിഞ്ഞ് കുറച്ച് ഒരു 2 ക്യാൻഡിൽ ഫോം ചെയ്തു. അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള ഒരു ഇമോഷൻസും അതേപോലെ തന്നെ ഒരു അനാലിസിസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ കണ്ട് ഇപ്പോൾ ഒരു ബൈങ് പോകാനുള്ള റീസൺ കൂടി ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോൾ ഇതൊരു ഹയർ ലെവലിലേക്ക് ഒരു റണ്ട് കിട്ടിയേക്കാം, നമ്മൾ സ്റ്റോപ്പ് ലോസ് പോയേക്കാം. റീസണും കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഏരിയ ഡൗൺ സൈഡിലേക്ക് വന്ന സമയത്ത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടോ, ഇതിന് നല്ല രീതിയിൽ വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വന്നു, വാലിഡേറ്റ് ചെയ്ത് കയറിപ്പോയി, ഡൗൺ സൈഡിലേക്ക് വന്നു, വീണ്ടും വാലിഡേറ്റ് ചെയ്ത് അപ്പ് സൈഡിലേക്ക് പോകുന്നുണ്ട്. ബട്ട് അതേ സമയത്ത് നേരത്തെ നമ്മൾ വന്നിട്ടുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഇവിടെ ഒരു ഡൗൺ സൈഡിലേക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ക്ലോസിങ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. കണ്ടോ, ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ മുകളിലോട്ടേക്ക് പോയിട്ട് ക്ലോസ് കിട്ടില്ല. ഇൻ കേസ് ഈ ഒരു ക്യാൻഡിൽ ഓൾമോസ്റ്റ് ഒരു 9 സെക്കൻഡ് സംതിങ് ഉള്ളത്, 8 സെക്കൻഡ് 7 സെക്കൻഡ് സംതിങ് ഉള്ളത്, ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഒരു ക്ലോസ് കിട്ടലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ടൈം കയറിപ്പോയേക്കാം. ഓക്കെ, ഓൾമോസ്റ്റ് കിട്ടി. ഈ ഒരു ടൈം കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ചിലപ്പോൾ ഒരു അപ്സൈഡിലേക്കുള്ള റണ്ണ് നമുക്ക് കിട്ടിയേക്കാം, നമുക്കൊരു ലോസ് എന്നുള്ള രീതിയിൽ വന്നേക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നോക്കാം, വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ആ ഈ ഒരു ഏരിയയിലുള്ള ഒരു അനാലിസിസാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഓരോരോ ചെറിയ തോട്ടും അതേപോലെ ആ ഒരു പ്രോസസ്സും കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നത്. എസ് എൽ വന്നേക്കാം. എനിക്കിപ്പോൾ ഈ ഒരു ഏരിയയിലെ പ്രൈസേഷൻ കണ്ടിട്ട് അത്ര ക്ലീൻ ആയിട്ട് തോന്നുന്നില്ല. നോർമലി എടുത്തു നേരെ ഡൗൺ സൈഡിലേക്ക് വരേണ്ടതാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് ക്യാൻഡിൽസ് വന്ന് ഡൗൺ സൈഡിലേക്ക് വരേണ്ടതാണ്. ഓക്കെ, ചെറിയ റിയാക്ഷൻ തന്നാലും ഡൗൺ സൈഡിലേക്ക് വരേണ്ടതാണ്. പക്ഷേ ഈ ഒരു കൺസോൾട്ടേഷൻ കണ്ടപ്പോൾ എൻ്റെ ഒരു ഫീലിംഗ് ഞാൻ പറഞ്ഞുതരാം. ഡൗൺ സൈഡിലേക്ക് പോയിട്ട് ഈ ഒരു ലെവൽ ടേക്ക് ഔട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു തോട്ട് എനിക്കിപ്പോൾ വരുന്നുണ്ട്. റീസൺ പറയുകയാണെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. നമുക്ക് നോക്കാം, ഇതിൻ്റെ താഴോട്ടേക്ക് പോയിട്ട് ക്ലോസ് കിട്ടലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെയിറ്റ് ചെയ്യാം. എന്തായാലും വെയിറ്റിംഗ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ആ ഒരു തോട്ട് പ്രോസസ്സാണ്. നമുക്കത് പ്രോഫിറ്റിലേക്ക് പോവോ ലോസിലേക്ക് പോവോ എന്നുള്ളതല്ല. നമ്മൾ ആ ഒരു ടൈം നമ്മൾ അനാലിസിസ് ചെയ്യലാണ് മാർക്കറ്റിൽ എങ്ങനെയാണ് ആ ഒരു ഏരിയയിൽ പ്രൈസ് റിയാക്ട് ചെയ്യുന്നതെന്ന്. ഓക്കെ, നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്ന് ബൈ പോവാന്ന് പറഞ്ഞ എക്സാക്ട് ലെവലിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സൽ വരുന്നുണ്ട്. ബട്ട് ഒരിക്കലും നമ്മളിങ്ങനെയുള്ളൊരു മൂവ്മെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഹാപ്പിനെസ് വരും. ഞാൻ ഈ മൂവ്മെൻറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതന്നെ സെയിം സംഭവം തന്നെയായിരിക്കും വരുന്നുണ്ടാകുക. കണ്ടോ, ആ ഒരു ഏരിയയിലേക്ക് പോയി ചെറുതായിട്ട് ഡൗൺ സൈഡിലേക്ക് വരുന്നുണ്ട്, നല്ലൊരു മൊമെൻറ്റം കാണിക്കുന്നുണ്ട് അല്ലേ. സെയിം മൊമെൻറ്റം തന്നെയല്ലേ ഈ ഒരു ക്യാൻഡിലും, അതായത് ഈ ഒരു റെഡ് ക്യാൻഡിലും ഈ ഒരു സെയിം റെഡ് ക്യാൻഡിലും ആ ഒരു മൊമെൻറ്റം തന്നെയല്ലേ കാണിച്ചത്. നമുക്കൊരു സെയിം ഒരു ഫീൽ ഗുഡ് തന്നെയല്ലേ, അതായത് ഒരു ഡോപ്പമി ഹിറ്റ് തന്നെയല്ലേ കിട്ടിയത്.
ഇവിടെയും ആ ഒരു ഡോപ്പമൈൻ തന്നെയല്ലേ കിട്ടണം നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രേഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ആ ഒരു പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിലും ലോസ് ആണെങ്കിലും ഒരു ചെറിയൊരു ഹാപ്പിനെസ് ആണെങ്കിലും ചെറിയൊരു വിഷമാണെങ്കിലും ഇതാക്കാൻ നോക്കുക. അതിൻ്റെ ഇടയ്ക്ക് വെറുതെ അത് ആലോചിച്ച് കുറേ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നോക്കണ്ട. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ കുറേ പ്രോഫിറ്റിലേക്ക് വരുന്നു, ലോസിലേക്ക് പോകുന്നു, പ്രോഫിറ്റിലേക്ക് വരുന്നു, ലോസിലേക്ക് പോകുന്നു, അനാലിസിസ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനാലിസിസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാം പ്രൈസ് ആക്ഷൻസും കാര്യങ്ങളെല്ലാം. ഇങ്ങനെ നമ്മൾ പ്രോഫിറ്റും ലോസും മാറുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാനിപ്പോൾ ഇവിടെ എന്താ പറയുക, നമ്മളെ ചാർട്ടിലേക്ക് പോയിട്ട് ഇങ്ങനെ ഓരോന്നും നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും നടക്കില്ല. അപ്പോൾ നേരെ ഇവിടെ തന്നെ വന്ന് നോക്കുക, ചാർട്ടിൽ തന്നെ നോക്കിയിരിക്കുക, എന്താണ് അനാലിസും കാര്യങ്ങളും നോക്കിയിരിക്കുക. ഓക്കെ, എന്താണ് വർക്കൗട്ട് ആവുന്ന കാര്യങ്ങളെല്ലാം നോക്കിയിരിക്കുക. ആ ഒരു റീസൺ പറയാൻ വന്നത്, സോറി വിട്ടുപോയി. അതായത് നമ്മളിപ്പോൾ പ്രോഫിറ്റ് ആണ് ലോസ് ആണെങ്കിലും നോക്കിക്കൊണ്ടിരുന്നാൽ പെട്ടെന്ന് പോയിട്ട് SL അടിച്ച് വിചാരിക്കുക. അപ്പം തന്നെ നമ്മുടെ ആ ഒരു റിക്കവറി മൈൻഡ് ഉണ്ട്. ആ റിക്കവറി മൈൻഡ് എനിക്കും ട്രിഗർ ആകാറും, എനിക്ക് അധികം ട്രിഗർ ആകാറുണ്ട്. പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്യാറുണ്ട്. എന്നാൽ പോലും ചില സമയങ്ങളിൽ എനിക്ക് പണി തരാറുണ്ട്, ഞാൻ ഓവർ ട്രേഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളും അതേപോലെ തന്നെ ഇൻകേസ് പെട്ടെന്ന് സട്ടനായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കലാണ്, നേരെ പോയിട്ടൊരു ക്യാൻഡിൽ നമ്മൾ പ്രോഫിറ്റ് തന്നെ വിചാരിക്കില്ല, നെക്സ്റ്റ് ക്യാൻഡിൽ ഇങ്ങനെ പോയി പ്രോഫിറ്റ് അടിക്കുന്നു വിചാരിക്കുന്നു. പക്ഷെ നേരെ ഇവിടുന്ന് കയറിപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു റിക്കവറി മൈൻഡ് വരും. നമുക്ക് ആ ഒരു സർവൈവൽ ഉണ്ട്, നമ്മളെ ഒരു കാലക്രമേണ നമുക്ക് വന്നിട്ടൊരു സർവൈവൽ മൈൻഡ് ഉണ്ട്. ആ ഒരു സർവൈവൽ മൈൻഡിൽ പറഞ്ഞു വെച്ചാൽ നമുക്ക് ഇന്ന് ആ ഒരു പ്രോഫിറ്റ് റിക്കവർ ചെയ്തേക്കാന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് പോകും. എന്നിട്ട് എന്ത് സംഭവിക്കും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവർ ട്രേഡ് ചെയ്യും. ഓവർ ട്രേഡ് ചെയ്തിട്ട് ഇന്ന് എനിക്ക് ഞാൻ ഓൾമോസ്റ്റ് ഒരു കണ്ടില്ല, നേരത്തെ അവിടെ ഒരു 1% സംതിങ്, ഞാൻ ചാർട്ടിലേക്ക് പോകുന്നില്ല, 1% സംതിങ് റിസ്ക് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ $50, $50, $100 റിസ്ക് വെച്ചിട്ടുള്ളത്. ആ ഒരു റിസ്ക് കൂടി 200 ആവും, 300 ആവും. പ്രൊഫോമ ഇപ്പോൾ ഇവാലുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഡെയിലി ലോസ് ലിമിറ്റ് അടിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി പൗസ് ആണെങ്കിൽ അത് അടിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിനാരിയോയിലേക്ക് പോകാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ നോക്കിയിരുന്നിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് പറ്റണം. നേരെ മറിച്ച് ചാർട്ടിലേക്ക് വന്നിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് റിവേഴ്സൽ വരാൻ ചാൻസസ് ഉണ്ട്. അങ്ങോട്ടേക്ക് പോയാലും സ്റ്റോപ്പ് ലോസ് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നു, ഈ ഒരു വിക്കിനൊരു വാല്യൂ ഉണ്ട്, ഇവിടുന്ന് ഡൗൺ സൈഡിലേക്ക് പോകാനുള്ള പ്രോബിലിറ്റി ഉണ്ട്, അതേപോലെ മുകളിലോട്ട് പോകാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് ലെവലിൽ ഈ ഒരു ഏരിയ നമുക്ക് വാച്ച് ചെയ്യാം, എങ്ങനെയാണ് നോക്കാം. ഇനി ഇവിടെ ഡൗൺ സൈഡിലേക്ക് വന്നിട്ട് ഇനി ഇവിടുന്ന് എന്തെങ്കിലും മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റോ കാര്യങ്ങൾ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഇത് ഫേക്ക് ആവോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അനാലിസിസ് ചെയ്യാം. അല്ലാതെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിവെഞ്ച് മോഡിലേക്ക് മാറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇപ്പം കണ്ടില്ലേ, ഇപ്പം പ്രൈസ് നേരെ ഡൗൺ സൈഡിലേക്ക് പോയില്ലേ, നേരെ കയറി പോയില്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു ചെറിയ ഒരു നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഒരു സാധനം, ഞാൻ പറഞ്ഞുകൊണ്ട് എന്ന് ചോദിച്ചാൽ മാറുകയും ചെയ്യില്ല, എനിക്കായാലും ആ ഒരു സാധനം ഉണ്ടാവും. അപ്പോൾ ആ ഒരു സാധനം കൺട്രോൾ ചെയ്ത് ഇങ്ങനെ വെക്കാൻ നോക്കുക. ഓക്കെ, കൺട്രോൾ ചെയ്ത് പിടിക്കാൻ നോക്കുക, അത്രേ ഉള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഇങ്ങനെയാണ് മൂവ്മെൻറ്റ് വരിക. ഈ ഒരു ട്രേഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാൻ പറ്റിയില്ല. നല്ലൊരു ട്രേഡാണ്, കാരണം എന്ന് വെച്ചാൽ നല്ല കൺസോളേഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ എനിക്ക് ആ ഒരു റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, ഇത് നല്ല രീതിയിൽ അപ്സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഞാൻ മേജർലി ഈ ഒരു ഓർഡർ ബ്ലോക്കാണ് എടുക്കണേ. ഈ ഒരു സെറ്റ് ഓഫ് റീജിൽ വന്ന ഓർഡർ ബ്ലോക്കാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഓർഡർ ബ്ലോക്കിന് നേരെ മുകളിലോട്ടേക്ക് പോയിട്ട് ലിക്വിഡിറ്റി, ഇതിൻ്റെ മുകളിലുള്ള ഷോർട്ട് എടുത്ത എല്ലാ ആൾക്കാരും ലിക്വിഡിറ്റി എടുത്ത് പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നു. പക്ഷേ ഇതുവരെ ഗ്രീൻ ക്യാനിൽ ഫോം ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് വരുന്നൊരു ഗ്രീഡ്നെസ് ഉണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുക എന്നുള്ളത്. പിന്നെ ആ ഓരോ പോയിൻ്റാണ് ഞാൻ പറയുന്നത്. നമുക്ക് ആ ഒരു ഏരിയയിൽ കാണുന്ന സമയത്ത് ഞാൻ ടൈം ഉണ്ടായി വെള്ളം കുടിക്കാൻ പോയി വരുമ്പോഴേക്കാണ് ഈ സംഭവിച്ചത്. ആ ഒരു അപ്സൈഡ് പോയിട്ട് ഗ്രീൻ ക്യാൻ ഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ തോട്ടുണ്ടായി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്റ്റോപ്പ് ലോസ് അടിക്കും. എനിക്കും ആ ഒരു ടൈം വരേണ്ട സംഭവം ഞാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തു വെള്ളം കുടിക്കും വരും, അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും, എന്താ ഫുഡ് കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരും, ഇതിൻ്റെ ഇടയ്ക്ക് കഴിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള തോട്ട് പ്രോസസ്സ് അല്ലേ ഇതിൻ്റെ ഇടയ്ക്ക് വരും. നമുക്ക് നോക്കാൻ കണ്ട ഇതുവരെ പോയി നമ്മളിവിടുന്ന് പാനിക് ചെയ്ത് സെല്ല് ചെയ്ത് മാറിയിട്ടുണ്ടെങ്കിലോ സംഭവിച്ചിട്ടുണ്ടാകുക, നമ്മളുടെ ലോസിൽ ഒരു ചെറിയ ലോസിൽ എക്സിറ്റ് ആയിട്ടുണ്ടാകും. പക്ഷേ നമുക്ക് ചിലപ്പോൾ ഇത് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രോഫിറ്റ് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോൾ ട്രസ്റ്റ് ദ പ്രോസസ് ആൻഡ് വെയിറ്റ്. പേഷ്യൻസ് ആണ് മെയിൻ സംഭവം. ഇത് ഞാൻ നിങ്ങളോട് ഇതിൽ പറഞ്ഞു തന്നാൽ പോലെ ഞാൻ എന്തായാലും ഇത് പോസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോർമലി ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാറില്ല, ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യണേ. ഇങ്ങനെ മൊബൈലും പിടിച്ച് നിന്നിട്ട് ഫേസ് കാണിക്കുന്നുണ്ട്, പക്ഷേ ഫേസ് കാണിക്കേണ്ട ഒരു സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് എന്നെ കാണിക്കണ്ട. അപ്പോൾ എന്താ പറഞ്ഞു മറന്നുപോയി.
അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലോസിലെ ബുക്ക് ചെയ്യുക, ഈ ഒരു പ്രോഫിറ്റ് കിട്ടാതെ ആയിപ്പോൾ. ഓക്കെ, SL ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഗുഡ് തിങ് ആണ്, നമുക്ക് സർവൈവ് ആയി എന്ന് പറയാം, അത്രയും ലോസ് ഇല്ലാതെ നമുക്ക് സർവൈവ് ആയി എന്ന് പറയാം. പക്ഷെ അതിൽ കാര്യം നമ്മൾ ഓൾറെഡി നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോൾ, നമുക്ക് ഈ ഒരു മോഡലുള്ള ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് അറിയാമായിരുന്നു അത്രയും ലോസ് വരാമെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇടയ്ക്ക് വെച്ച് എക്സിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള റീസൺ വേണം. എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഒരു ലൈൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ലൈൻ ഡ്രോ ചെയ്തതിന് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലോട്ടേക്ക് പോയിട്ട് പ്രൈസ് ക്ലോസ് ചെയ്യലാണെങ്കിൽ, ഈ ഒരു ലെവൽ ക്ലോസ് ചെയ്യലാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എനിക്ക് ഇവിടുന്ന് നെക്സ്റ്റ് ക്യാനിൽ ഇവിടെ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാനിൽ ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ലെവൽ തന്നെ നോക്കിയിട്ട് എക്സിറ്റ് ചെയ്യാം. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഓൾമോസ്റ്റ് ഈ ഒരു ലെവലാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എക്സിറ്റ് ചെയ്ത് മാറാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പ്ലാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള അനാലിസിസ് കറക്റ്റായിട്ട് വന്നാൽ മാത്രം ചെയ്യുക, അല്ലാതെ ജസ്റ്റ് ക്യാൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളെ എടുത്തിയായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ ടൈം ഫ്രെയിം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ടൈം ഫ്രെയിമിലേക്ക്, ഞാനിപ്പോൾ ഒരു ടൈം ഫ്രെയിം മാത്രമല്ല കാണിച്ചുകൊണ്ടിരിക്കുന്നത്, വേറെ ടൈം ഫ്രെയിം കാണിക്കുന്നില്ല. ഒരു ടൈം ഫ്രെയിമിൽ അനാലിസിസ് ചെയ്യുക, അതിനുശേഷം ആ ഒരു കൺഫർമേഷൻ്റെ ബേസിൽ എടുക്കുക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ 5 മിനിറ്റ്സും 1 ഹവറാണ് നോക്കാറുള്ളത്. 1 ഹവറിലെ ക്യാൻഡിൽസിൻ്റെ ഫോർമേഷൻ നോക്കണം. ഇവിടെ കണ്ടോ, ഈ ഒരു 1 ഹവറിൽ നേരെ വേണ്ടി ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഇവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടാണ് കയറിപ്പോയിട്ടുള്ളത്. ഇനി ഇത് റീബാലൻസ് ചെയ്യാൻ, ഈ ഒരു വിക്ക് റീബാലൻസ് ചെയ്യാൻ വേണ്ടി വീണ്ടും വന്നിട്ടുണ്ട്. എന്തായാലും എൻ്റെ വ്യൂ ഉള്ളത് ഈ ഒരു ഡൗൺ സൈഡിലേക്ക് പോകുന്നതാണ്. നോക്കാം, ഇൻ കേസ് പോയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇനിയും വന്നിട്ട് കൺസോൾട്ടേഷൻ ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യാനാണ് പ്ലാൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ഉണ്ടെങ്കിൽ ഇനിയും ഇവിടെ കൺസോൾട്ടേറ്റ് നിൽക്കലാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഞാൻ 5 വരെ നോക്കും, അല്ലാണ്ടെങ്കിൽ ഒരു 430 സംതിങ് വരെ നോക്കും. എന്നിട്ട് കൺസോൾട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലോസ് ചെയ്ത് മാറും. ഇത് നോക്കാം, എനിക്ക് NY നോക്കാം. റീസൺ ഇത്രയേ ഉള്ളൂ. ഈവനിങ് ന്യൂസ് ഉണ്ട്, അതുകൊണ്ട് ലണ്ടൻ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുന്നു, അതേപോലെ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ലെവലിലേക്ക്, നമ്മുടെ SL ലെവലിലേക്ക് പ്രൈസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് വാച്ച് ചെയ്യാം. ഓൾമോസ്റ്റ് ഈ ഒരു ലെവൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ലെവലിൻ്റെ ആ ഒരു ലെവലിൽ വന്നിട്ട് ക്ലോസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ ക്ലോസ് കിട്ടിയാൽ ബുക്ക് ചെയ്യേണ്ട പ്ലാനാണ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽസ് തന്നെ വേറിഷ് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ബുള്ളിഷ് പോക്കുകയാണെങ്കിൽ സ്ക്വയർ ഓഫ് ചെയ്യാന്നുള്ള പ്ലാനാണ് ഉണ്ടായിരുന്നത്. നോക്കാം. എന്തായാലും ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ള ഈ ഒരു ലെവലിൽ നിന്ന് മാറ്റിയിട്ട് ഈ ഒരു ലെവൽസിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഈ ഒരു ഹൈ വരെ. നോർമലി നേരത്തെ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നത് ഈ ഒരു ലെവൽസിലാണ്, മാറ്റിയിട്ട് ഈ ഒരു ലെവൽസിലേക്ക് മാറ്റുന്നുണ്ട്, കുറച്ച് ഈ ഒരു ലെവലിലേക്ക്. എന്തായാലും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഉള്ള ലെവലിൽ തന്നെ, നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള ലെവലിൽ തന്നെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും ഒരു പൊടിക്ക് അപ്സൈഡിൽ വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ സ്പ്രെഡ് ഉണ്ട്, ഒന്നിൽ നല്ല സ്പ്രെഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു ഈ ഒരു ലെവൽ വെച്ചിട്ടുള്ള ഒന്ന് ഈ ഒരു ലെവലിൽ തന്നെ, ഈ ജസ്റ്റ് ഈ ഒരു ലെവലിൽ തന്നെ വെച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും ഇനി പ്രൈസ് ഡൗൺ സൈഡിലേക്ക് ഉണ്ട്, ചിലപ്പം ഈ ഒരു ഓർഡർ ബ്ലോക്കോ ഇതെന്തായാലും ഒരു ഇൻവേർഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇനി കാണാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് പ്ലസ് IFEG ആക്കുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ഡയറക്റ്റ് പോയിട്ട് എക്സിറ്റ് ചെയ്യുന്നില്ല. റീസൺ ഇത്രയേ ഉള്ളൂ. പ്രൈസ് നല്ലൊരു കൺസോൾട്ടേഷൻ ആണ്. ചിലപ്പം ഇങ്ങനെയൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ പോലും നമുക്ക് ഡ്രോപ്പ് കിട്ടാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അനാലിസിസ് വൈസ് നോക്കുന്ന സമയത്ത് ഇനി നമുക്ക് പ്രൈസ് അപ്സൈഡിലേക്ക് തന്നെ പോകാനുള്ളത്. നോക്കാം. ഇൻ കേസ് നമ്മുടെ ഇത്രയും സമയം ഹോൾഡ് ചെയ്തതിൽ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള എൻട്രിയും അതേപോലെ തന്നെ SL ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ലെവലിൽ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ളത്. ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് പ്ലേ അപ്പ് ചെയ്യുന്നതെന്ന്. എനിക്ക് എക്സിറ്റ് ചെയ്യലാണെങ്കിൽ ഇതാ ഓൾമോസ്റ്റ് എൻട്രി ലെവലിൽ തന്നെയാണ് അവിടുന്ന് എക്സിറ്റ് ചെയ്യുക. പക്ഷെ ഞാൻ അങ്ങനെ എക്സിറ്റ് ചെയ്യണില്ല. നോക്കാം ജസ്റ്റ് എങ്ങനെയാണ് നമ്മൾ പ്ലേ അപ്പ് ചെയ്യുന്നതും കൂടി നോക്കാം. ജസ്റ്റ് ചിലപ്പോൾ ഈ ഒരു ലെവലിനായിരിക്കും, ചിലപ്പോൾ ഇവിടെ ആയിരിക്കും ബയസ് ട്രാപ്പായിട്ട് ഡൗൺ സൈഡിലേക്കും വരുന്നുണ്ടാകുക. എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അതേപോലെ ഇന്ന് ഡേറ്റ് നോക്കലാണ് ജനുവരി 16 ഇന്ന് ഒരു വ്യാഴാഴ്ചയാണ്. നമുക്ക് 7 മണിക്ക് ഇന്ത്യൻ ടൈമാണ്. ഇന്ത്യൻ ടൈം 7 മണിക്ക് നമുക്ക് മെയിനായിട്ട് ഒരു അൺഎംപ്ലോയ്മെൻറ്റ് ക്ലൈംസിൻ്റെ ഡാറ്റ വരാനുണ്ട്. ഓക്കെ, അപ്പോൾ സെയിൽസിൻ്റെയും വരാനുണ്ട്, റീറ്റെയിൽ സെയിൽസിൻ്റെയും വരാനുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ചെറിയൊരു മൂവ്മെൻറ്റ്, ഒരു റെഡ് ഫോൾഡ് ന്യൂസാണ്, അതിനൊരു ചെറിയൊരു ഹൈ ഇമ്പാക്റ്റ് ന്യൂസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് ആ ഒരു കൺസോൾട്ടേഷൻ കിട്ടാനും ചിലപ്പോൾ ആ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും നോക്കാം, ചാർട്ടിലേക്ക് പോയി നോക്കാം. ഓക്കെ, ചാർട്ട് നല്ല കോമഡിയാണ്. ഓൾമോസ്റ്റ് റെക്കോർഡ് ചെയ്ത വീഡിയോ തന്നെ നല്ല ലെങ്തായി. നമുക്ക് ഓൾമോസ്റ്റ് SL ലെവലിൽ പോയിട്ട് ഡൗൺ സൈഡിലേക്ക് പോകും.
എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയത് ഞാൻ ആ ഒരു ഇമോഷൻസും കാര്യങ്ങളും പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം പ്ലസ് ഒ ബി ലെവൽ ആഡ് മാർക്ക് ചെയ്തിട്ടുണ്ടോ, പ്ലസ് ഒ ബി ലെവൽ ഇവിടെ റിയാക്ഷൻസ് കാര്യങ്ങൾ കാണാം. ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു PDRSലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിയാക്ഷൻസ് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഉള്ള ബേസ് നോക്കലാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ബയോ സ്ട്രാപ്പായിട്ട് ഇനി ഇതിൻ്റെ ഡൗൺ സൈഡിലേക്ക് പോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫാള് കിട്ടിയേക്കാം. ഈ ഒരു ലെവൽസിലേക്കുള്ള നല്ലൊരു ഫാള് കിട്ടിയേക്കാം. വേണമെങ്കിൽ ഇത്രയും കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് ഡൗൺ സൈഡിലേക്ക് നമ്മൾ വിചാരിച്ച പോലെ ടാർഗറ്റ് കാര്യങ്ങൾ കിട്ടിയേക്കാം. അതിൽ കൂടുതൽ നമുക്ക് ചാൻസസ് ഉണ്ട്. നോക്കാം എന്തായാലും ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യില്ല നോക്കാം. ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ വീണ്ടും അപ്പ് സൈഡിലേക്ക് ഈ ഒരു ലെവലിൽ നിന്ന് കയറി പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ ചാൻസ് ഉണ്ട്. ഇൻ കേസ് ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഒരു ഫാൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തായാലും ഈ ഒരു ഏരിയ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ട്രേഡ് എടുത്ത ഏരിയ സമയം തൊട്ട് നല്ലൊരു കൺസോൾട്ടേഷൻ ആണ്. എനിക്ക് എക്സിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോഴും എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ എൻ്റെ അനാലിസിലും അതേപോലെ തന്നെ ഈ ഒരു പ്രോസസ്സിലും ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യുന്നുള്ളൂ. എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ലാസ്റ്റ് ഒരു റിസൾട്ട് SL ആണെങ്കിൽ SL, TP ആണെങ്കിൽ TP എന്നുള്ള രീതിയിൽ കാണിച്ചു തന്നിട്ടില്ല. ഞാൻ ഈ ഒരു ട്രേഡ് എക്സിറ്റ് ചെയ്യുന്നുള്ളൂ. അതേപോലെ ഇപ്പം ബ്രേക്ക് ഈവൻ എക്സിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പ്ലാനും കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് ഞാൻ എക്സിറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ലെവലിൽ ഞാൻ എക്സിറ്റ് ചെയ്ത് മാറുന്നില്ല. നമുക്ക് ഈ ഒരു ക്യാൻഡിൽ നല്ലൊരു റിവേഴ്സൽ ക്യാൻഡിൽ തന്നെ കാണിച്ചു തന്നില്ല. ഞാൻ ജസ്റ്റ് സ്ലോ ആയിട്ട് വന്നതാണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് വിചാരിക്കായിരുന്നു. ഇവിടെ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യായിരുന്നു. ഇത് സഡൻ ആയിട്ടുള്ള റിവേഴ്സൽ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡലും കൂടിയാണ്, അതും കൂടി നിങ്ങളൊന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഈ ഒരു ഏരിയയിൽ നിന്ന് റിയാക്ഷൻ കിട്ടുമോ, സൈഡിലേക്ക് പോവുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു കൺസോൾട്ടേഷൻ മിക്കവാറും വരുന്നതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നെങ്കിൽ അപ്പ് സൈഡിലേക്ക് പോയിട്ട് ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് ലാസ്റ്റ് ആ ന്യൂസിൻ്റെ സമയത്ത് ഡംപ് ചെയ്യാനുള്ള പ്ലാൻ ആയിരിക്കും. അത് തന്നെയായിരിക്കും മിക്കവാറും ഉണ്ടാകുക. അതായത് ഈ ഒരു ഏരിയ മൊത്തം ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ട് ബയേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പ് സൈഡിലേക്ക് പോവുക, ന്യൂസ് ടൈം വന്നിട്ട് ഡംപ് ചെയ്യാനുള്ള പ്ലാൻ ആയിരിക്കും. അല്ലാതെ എന്തെങ്കിലും പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ട് നോർമലി ഉള്ള പോലെ തന്നെ പ്രൈസിൻ്റെ സമയത്ത് ഒന്നെങ്കിൽ അപ്പ് സൈഡിലേക്ക് പോകാനായിരിക്കും. എന്തായാലും ഒരു ലിക്വിഡിറ്റി ക്രിയേഷൻ ആണ് ഇപ്പം നടക്കുന്നത്. നമ്മൾ ആ ലിക്വിഡിറ്റിയിലാണ് ട്രാപ്പ് ആയിട്ടുള്ളത്. നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഈ റിയാക്ഷൻ ഈ ഒരു ക്യാനലും കൂടി നോക്കട്ടെ. ഓൾമോസ്റ്റ് ഞാൻ എക്സിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈം 4:30 ലെവൽ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാനലും കൂടി നോക്കിയിട്ട് ഞാൻ എക്സിറ്റ് ചെയ്യാനുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട്. 4:30 ആയി. ഇനിയും വെയിറ്റ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ചിലപ്പം പ്രൈസ് ആക്ഷൻ വീണ്ടും കൺസോൾട്ടേഷൻ ആകാനും ഒരുപാട് ടൈം ഇരിക്കേണ്ടി വരും. ഓക്കെ, എന്തായാലും നോക്കാം. ഒരു 2 ക്യാനലും കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അതിന് ശേഷം എക്സിറ്റ് ചെയ്യാം. എന്തായാലും ഞാൻ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഈ ഒരു ഏരിയ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് മാനേജ് ചെയ്തുകൊണ്ടും ആ ഒരു സമയത്ത് തോട്ട് പ്രോസസ് കറക്റ്റ് ആയതുകൊണ്ടും കറൻറ്റ് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. നമ്മൾ ആ ട്രേഡിൽ ഇന്നാണ്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയ ഇൻവാലിഡേറ്റ് ചെയ്യുന്ന ഓൾമോസ്റ്റ് ടൈം ഉണ്ട്. നമുക്കൊന്നും കൂടി നോക്കണം. ഒരു 3.80 മിനിറ്റ്സ് ഉണ്ട്. ഓക്കെ, ആ ഒരു ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് ടൈം നമുക്കൊരു വിക്ക് വന്നിട്ട് ഇവിടെ ക്ലോസ് കിട്ടിയാലും ഇത് ഇൻവാലിഡേഷൻ ആവും. ഈ ഒരു വിക്കിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതൊരു എന്താണ് മിറ്റിഗേഷൻ ബ്ലോക്കാണ്, റിജക്ഷൻ ബ്ലോക്കാണ്. അപ്പോൾ അവിടെ നിന്ന് റിയാക്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഈ ഒരു ലൈന് മാറ്റുന്നുണ്ട്. നേരത്തെ ഈ ഒരു വിക്കിൽ നിന്നാണ്, ഈ ഒരു വിക്കിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്നാണ് ബൈ എടുത്ത് പോയിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു പ്ലസ് ഒ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ത്രെഷോൾഡ്, ഈ ഒരു സെൻട്രൽ പോയിന്റ്, ഈ ഒരു റെഡ് ക്യാനിലെ സെൻട്രൽ പോയിൻ്റാണ് ത്രെഷോൾഡ് പറയുന്നത്. ആ ഒരു ത്രെഷോൾഡിന് മിനിമം ഹോൾഡ് ചെയ്യാനാണ്, അത് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാനൊരു OB ആയിട്ടും കണക്ക് കൂട്ടുന്നില്ല. ഞാൻ ഇനിയിപ്പോൾ വാലിഡേറ്റ് ചെയ്യുന്നത് ഈ ഒരു വിക്കാണ് ഞാൻ വാലിഡേറ്റ് ചെയ്തത്. ഈ ഒരു വിക്കിൻ്റെ താഴോട്ട് പോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഫാള് ഫർദറായിട്ട് കിട്ടിയേക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു വിക്കിൻ്റെ കണ്ടോ, ഒരു വിക്കിൻ്റെ ഒരു വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടുന്ന് റിയാക്ഷൻ കിട്ടുന്നത്. നമുക്ക് 3 മിനിറ്റ്സ് നോക്കലാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നല്ലൊരു ക്യാൻഡിൽ ക്ലോസും കാര്യങ്ങളെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. നോക്കാം, നമുക്ക് ലോ ടൈം ഫ്രെയിമിൽ ചെറിയൊരു കൺഫർമേഷൻ 3 മിനിറ്റ്സിലെങ്കിലും ഇവിടെ നമുക്കൊരു വാലിഡേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ്സിൽ ആ ഒരു ഫാൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. 5 മിനിറ്റ്സിൽ കണ്ടോ ആ ഒരു വിക്ക് മുകളിലോട്ട് പോകുന്നുണ്ട്. എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. കാരണം ആ ഒരു ഓർഡർ ബ്ലോക്ക് എന്നുള്ള കാര്യം, ആ ഒരു ശരിക്കും ഓർഡർ ബ്ലോക്ക് ആയിട്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ല. എങ്ങനെ പോലും ആ ഒരു ത്രെഷോൾഡ് താഴോട്ട് പോകേണ്ടതെന്ന് നമുക്ക് ഇതിന് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നമുക്കിനി ഈ ഒരു വിക്ക് മാത്രമേ വാലിഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടി കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്കൊരു ഇൻവേഴ്സൽ ആക്കലാണെന്നുണ്ടെങ്കിൽ ഞാനത് ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ, ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ, ഇതിൻ്റെ താഴെ നമുക്കൊരു ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി
ഒരു കോൺഫിഡൻസിൽ ഇരിക്കാൻ പറ്റും. ഈ ഒരു കൺസൾട്ടേഷൻ മാത്രം, ഇപ്പോൾ ഒരു കൺസൾട്ടേഷൻ ഒരു വ്യൂ ഇല്ല, അപ്പ് സൈഡിലേക്കും ഡൗൺ സൈഡിലേക്കും വേണമെങ്കിൽ പോകാമെന്ന്. ഇപ്പോൾ നമുക്ക് കുറച്ചൊരു 60% ഒരു അക്യുറസിയിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 50-50 ആണ്, വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ ടാർഗറ്റ് എന്നുള്ള രീതിയിൽ. ഇവിടെ നമുക്ക് താഴെ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും, ഡൗൺ സൈഡ് വരെ പോയേക്കുക എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ വെയിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തായാലും ഞാൻ ഇത് ഇവിടെ തന്നെ വെക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് വാലിഡേറ്റ് ചെയ്യില്ല നോക്കാം. 1 മിനിറ്റും കൂടി ഉണ്ട്. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഒരു രക്ഷയില്ല, നമുക്കതിൻ്റെ താഴെ ക്ലോസ് കിട്ടിയിട്ടില്ല. ഒരു കൺഫർമേഷൻ വെക്കാൻ പറ്റുമായിരുന്നു. ആ റണ്ണ് നോക്കണ്ട, നമുക്ക് നോർമലി ഇത്രയുള്ള സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. റൺ ഇമ്പോർട്ടൻസ് അല്ല, നമുക്ക് ക്ലോസ് ആണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ഇവിടെ പോലും നമുക്ക് ക്ലോസ് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്, പക്ഷേ നമുക്ക് അവിടെ ട്രാപ്പായി വരുന്നത്. പക്ഷേ നമുക്ക് ഡൗൺ സൈഡിലേക്ക് പിന്നെയും വെക്കാൻ പറ്റും, കാരണം വെച്ചാൽ ഓൾറെഡി നമുക്ക് ആ ഒരു ബൈ സൈഡ് എടുത്തിട്ടാണ് വരുന്നത്. ഓക്കെ, ഡൗൺ സൈഡിൽ നമുക്ക് എടുക്കാം, അപ്പ് സൈഡിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം വെച്ചാൽ ഇൻറ്റേണൽ എടുത്തിട്ടാണ്. ഇതൊരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു എക്സ്റ്റേണലാണ്, ഇതൊരു ഇൻറ്റേണലാണ്. ഓക്കെ, എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നമുക്കിതിൻ്റെ താഴെ ഒരു ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഫാൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓൾറെഡി ഇവിടെ 1 2 3 മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത്, നാലാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഒരു റണ്ണ് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഡൗൺ സൈഡിൽ. ഈ ഒരു ഓപ്പണിംഗ് ലെവലിലേക്ക് ഒരു റണ്ണ് എന്തായാലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം റണ്ണ് കിട്ടുമോ ഇല്ലയോ. വേണമെങ്കിൽ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞ ഓൾമോസ്റ്റ് ആ ഒരു ടൈമും ആയിട്ടുണ്ട്. 4:35 സംതിങ് ആയിട്ടുണ്ട്. 4:30 ഞാൻ 2 ക്യാൻഡിൽസ് നോക്കാം. 4:40 ലെവൽ നോക്കാം. ഒരു നല്ലൊരു റണ്ണ് കിട്ടിയാലും ഒരു 1:1 കിട്ടിയാലും നമുക്ക് നോക്കിയിട്ട് കൊടുക്കാനുള്ള പ്ലാൻ ചെയ്യാം. റീസൺ ഇത്രയേ ഉള്ളൂ, ഇത്രയും ടൈമായിട്ടും ആ ഒരു ഫാൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ വരുന്നില്ല. ഒരു കൺസോൾട്ടേഷനാണ്. നമുക്ക് അതേപോലെ ഒരു IFEG ഈ ഒരു ക്യാനിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം. ഓക്കെ, ഇൻവേർഷൻ ആണെന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യാം. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ ട്രെയിൽ ചെയ്തിട്ട് ഈ ഒരു ലെവലിലേക്ക്, അതായത് ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയൊരു ലോസേ ഉണ്ടാവുള്ളൂ. ഇൻ കേസ് ഇവിടെ നിന്ന് തിരിച്ചു വരുത്താണെങ്കിൽ ഓക്കെ, ഞാൻ സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ ഓക്കെ ആണെന്നുള്ള രീതിയിൽ ഇവിടത്തേക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യും. ഓക്കെ, ഇതിനെല്ലാം കൺഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടോ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് ഈ ഒരു പ്ലസ് BC നമുക്ക് പ്ലസ് IFEG ആയിട്ട് കിട്ടണം. ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്യാം. അടിപൊളിയായിട്ടുള്ളൊരു ഫാൾ കിട്ടിയിട്ടുണ്ട്. നോ ഹോപ്പ് ഫാൾ ചെയ്യുന്നതായിട്ട് നമ്മളൊന്നും ഇതാക്കണ്ട. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും ഒരു ട്രേഡ് മാനേജ് ചെയ്യുന്നുണ്ടാകുക. ഓക്കെ, നല്ലൊരു റണ്ണ് കിട്ടി. നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലൊരു റണ്ണ് കിട്ടി. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസസ് ബ്രേക്ക് ഈവനിൽ വെക്കാം. ഓൾമോസ്റ്റ് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യണം നിർബന്ധമില്ല. 1:2 നമുക്കൊരു ക്യാൻഡിൽ ക്ലോസിൻ്റെ ടൈമും കൂടി നോക്കാം. ഓൾമോസ്റ്റ് ഇപ്പോൾ ടൈം 3 മിനിറ്റ്സ് ആയിട്ടേ ഉള്ളൂ. ഓക്കെ, ഒന്നും കൂടി വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ആ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടുന്ന ഒരു 30 സെക്കൻഡ്സ് ഉള്ള സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ സംതിങ് കൊണ്ടുവരാം. ഇൻകേസ് ഇവിടുന്ന് നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ട് നമുക്ക് ഇനി ലോസ് ആണ്ട എന്നുള്ള രീതിയിൽ. ഓക്കെ, ഞാൻ അങ്ങനെ ചെയ്യാറുള്ളതാണ്. ആ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് വെക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ ഡൗൺ പോകുമെന്ന് വിചാരിച്ചാണ് ബുക്ക് ചെയ്തിട്ടില്ല പ്രോഫിറ്റ്. ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ചെറിയൊരു കൺസോളേഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇൻകേസ് നമുക്ക് ഇത്രയും വലിയൊരു ഫാൾ വന്നുകൊണ്ടെങ്കിൽ റിട്രേസ്മെൻറ്റ് പെട്ടെന്ന് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പാർഷ്യൽസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് പകുതി ക്വാണ്ടിറ്റി, ഒരു 50% ക്വാണ്ടിറ്റി ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആകെ ഉള്ള മൂവ്മെൻറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചെറിയൊരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും വലിയുള്ളൊരു റിവേഴ്സൽ വെയിറ്റ് ഉണ്ട്. ഞാൻ ഈ ഒരു ഏരിയയിലേക്കാണ് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡൗൺ സൈഡ് വന്നിട്ട് വീണ്ടും പോയിട്ട് തിരിച്ചടിക്കുന്ന രീതിയിലാണെന്ന് വെച്ചിട്ടുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് പാർഷ്യൽസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എൻ്റെ പകുതി ക്വാണ്ടിറ്റി 2 അക്കൗണ്ടിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഇനി എങ്ങനെയാണ് ഇവിടുന്ന് ഫാൾ വരില്ലയോ എന്ന്. ഞാൻ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. എനിക്ക് എന്തായാലും എക്സ്പെക്റ്റേഷൻ ഉള്ളത് നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ബൈ പോയിട്ട് ഡൗൺ സൈഡ് ഇടുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ സഡൻ ഡ്രോപ്പ് ആയിരിക്കും. നമുക്കിവിടെ IFEG ആയിട്ടുണ്ട്. എന്തായാലും ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഡൗൺ സൈഡിലേക്ക്. നമുക്ക് മൈനസ് IFEG ആയിട്ടുണ്ട്. നമ്മുടെ പ്ലാനും കാര്യങ്ങളെല്ലാം പക്കയായിരുന്നു. ഹോൾഡ് ചെയ്തതും നമ്മുടെ മാനേജ്മെൻറ്റും അതേപോലെ തന്നെ ആ ഒരു ടൈമിലെ സൈക്കോളജി, ഞാൻ ആ കാര്യങ്ങളെല്ലാം ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ചിലപ്പം ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്കുള്ള റണ്ണ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ.
ചിലപ്പോൾ സെൻട്രൽ പോയിന്റിലേക്ക് ആയതുകൊണ്ട് തന്നെ നല്ലൊരു റോഡോളം കാണിക്കുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എക്സിറ്റ് ചെയ്ത് മാറുകയും ചെയ്യും. ഓൾമോസ്റ്റ് നമ്മൾ TP ലെവലിലായി. ഇനിയും നമ്മൾ ഇത് വേണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. ഐ മീൻ എന്താ പറയുക, ഒരു റിവേഴ്സായി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇപ്പം പറയാം എക്സാമ്പിളായിട്ട് ഇവിടുന്ന് ഒരു നല്ല റിവേഴ്സൽ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഓക്കെയില്ല, കുഴപ്പമാണ്, ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് റിട്രേസ്മെൻറ്റ്. ചില ആൾക്കാർക്ക് ഈ പെട്ടെന്ന് റിവേഴ്സ് വരുന്ന സമയത്ത് തന്നെ എന്ത് സംഭവിക്കാം, പാനിക്കായിട്ട് അവിടെ നിന്ന് കൊടുത്തു മാറും. അപ്പോൾ വീണ്ടും റിവേഴ്സ് കാണുന്ന സമയത്ത് അയ്യോ മിസ്സായി പോലെ വീണ്ടും ട്രേഡ് എടുക്കുന്നത്. ഇതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഐ മീൻ ചില സമയത്ത് ഞാൻ ചെയ്യാറുമുണ്ട്. ഐ മീൻ ഇത് റിവേഴ്സ് വരും, ഇവിടെ ഇൻവേഴ്സൻ IFEG ആകുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഈ ഒരു ലെവലാകുമ്പോൾ ക്ലോസ് ചെയ്യും, വീണ്ടും റിവേഴ്സ് വരുന്ന സമയത്ത് വീണ്ടും ട്രേഡ് എടുക്കും, ഈ ഒരു ലെവലിൽ സ്റ്റോപ്പ് ലോസ് വെക്കും, ചിലപ്പം റണ്ണ് കിട്ടും, ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രേഡ് ഹോൾഡിങ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു ലെവൽസിലേക്കുള്ള റൺ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ എനിക്ക് ചിലപ്പം കുറച്ച് കൺസോളേഷൻ ചെയ്തതിന് ശേഷമായിരിക്കും ഞാൻ 1 hour ലെവലും കൂടി ഒന്ന് നോക്കട്ടെ. 1 hour ഓക്കെ, എന്തായാലും ലോ ടേക്ക് നോട്ട് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ക്യാനിൽ ബെയറിഷ് പോകേണ്ടതുമാണ്. 8 minutes ഉണ്ട്. ചിലപ്പോൾ നെക്സ്റ്റ് ക്യാനിൽ കുറച്ച് കയറിയിട്ട് ഐ മീൻ ബൈ പോയിട്ട് ഡൗൺ വരാനായിരിക്കും പ്ലാൻ ഉണ്ട്. ഇപ്പോൾ ഒരു ക്യാനിൽ ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മാനിപ്പുലേഷൻ ഉണ്ടായതിന് ശേഷമായിരിക്കും ഡൗൺ വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മാനിപ്പുലേഷൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, അപ്സൈഡിലേക്ക് ആ ഒരു പ്രൈസ് ട്രെൻഡ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഓൾമോസ്റ്റ് നമ്മൾ ടാർഗറ്റ് ഏരിയയിൽ നിന്ന് തന്നെ എക്സിറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. ജസ്റ്റ് ഞാൻ തോട്ട് പ്രോസസ്സ് പറയുന്നതാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല, എക്സിറ്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പാർഷ്യൽസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്ക് ഇവിടുന്ന് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ എനിക്കൊരു പ്രോഫിറ്റ് ഇല്ലാണ്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പാർഷ്യൽസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ മൂവ്മെൻറ്റും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ബാക്കിയുള്ള അപ്ഡേറ്റ് പറയാം. ഓൾമോസ്റ്റ് ഈ ഒരു ക്യാനിൽ നമുക്ക് ടാർഗറ്റ് കിട്ടേണ്ടതാണ്. നെക്സ്റ്റ് ക്യാനിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു ഈ ഒരു ബുള്ളിഷ് പോകുന്നു. തേർഡ് ക്യാനിൽ അറിയില്ല, പ്രൈസ് ട്രെൻഡ് വരുമോ അല്ലെങ്കിൽ ഡ്രോപ്പാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആയിരുന്നു. ബട്ട് 3 ചാർട്ട് ഉണ്ട്. 3 ചാർട്ടിൽ നോക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് കാണിക്കുന്നു. ഒന്നിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്തു. ഞാൻ ഇതിലെടുത്തിട്ടുള്ളത് forex.com-ൻ്റെ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിക്കാൻ കണ്ടാൽ പറ്റും. ഒരു forex.com-ൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ FXCM മോഡലെന്ന് നോക്കലാണെങ്കിൽ വേറെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാൻ പോക്കാണ്. എന്തായാലും ഈ ഒരു ലെവലിൽ നിന്ന് ഒരു ഡ്രോപ്പ് കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യാം, കുറച്ചും കൂടി ഒന്ന് ഹോൾഡ് ചെയ്യാം. എന്താണ് മൂവ്മെൻറ്റ് നോക്കാം. മിക്കവാറും എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഉള്ള ചിലപ്പോൾ പ്രൈസ് റിവേഴ്സൽ കാണാൻ പറ്റുന്നതാണ് നമുക്ക് അപ്സൈഡിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു 1 hour-ൻ്റെ ആ ഒരു ക്യാൻഡിൽ ഓപ്പണിംഗ് ഉണ്ട്. ഓൾമോസ്റ്റ് ഞാൻ ക്ലീൻ ചെയ്യാൻ ചാർട്ട് 3 minutes സംതിങ്ങേ ഉള്ളൂ. ഒന്നെങ്കിൽ നമുക്കൊരു ഡ്രോപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ പ്രൈസ് ഹൈ പോയിട്ട് വരുന്ന ഞാൻ പറഞ്ഞു. ഐ മീൻ ഹൈ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ആ ഒരു ഓപ്പണിംഗ് പ്രൈസ് ഐ മീൻ നേരത്തെ നമ്മൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെച്ചിട്ടുള്ള ആ ലെവലിലേക്ക് പോയിട്ടായിരിക്കും ചിലപ്പോൾ അടിച്ചിട്ട് വരുന്നുണ്ടാകുക. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കൊരു പ്രോഫിറ്റും കാര്യങ്ങളും റണ്ണിങ്ങും ആകുന്നുണ്ട്. നോക്കാം, ജസ്റ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ലെവൽ നമുക്കൊന്ന് ഹോൾഡ് ചെയ്ത്, ഇത്രയും ലെവൽ ഹോൾഡ് ചെയ്തില്ല, നമുക്ക് ഇതും കൂടി ഒന്ന് ഹോൾഡ് ചെയ്യാം. ഇങ്ങനെയാണ് നമുക്ക് ആ ലാസ്റ്റ് സ്റ്റേജ് എത്തുന്ന സമയത്ത് നമുക്കൊരു ഫിയർ ഉണ്ടാകും. നമ്മൾ ഇത്രയും സമയം ബുക്ക് ചെയ്ത ആ ഒരു ഉണ്ടാക്കി വെച്ചാൽ ആ ഒരു പ്രോഫിറ്റ് മിസ്സാകുന്നുള്ളൊരു തോട്ടും കൂടി ഉണ്ടാവും. നേരത്തെ നമുക്ക് ആ ഒരു മുകളിലോട്ട് പോയ സമയത്ത് ഓക്കെ സ്റ്റോപ്പ് ലോസ് കൊടുക്കാമെന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. പക്ഷേ നമുക്ക് പ്രോഫിറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെയല്ല. നമ്മൾ പെട്ടെന്ന് ബുക്ക് ചെയ്യും. ഞാൻ പാർഷ്യൽസ് ബുക്ക് ചെയ്തു, ഫുൾ ക്വാണ്ടിറ്റി ബുക്ക് ചെയ്തില്ല. നമ്മൾ ആ ഒരു റണ്ണിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പ്രൈസ് റണ്ണ് റൗണ്ട് സൈഡിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഒരു ബൈ വരുന്നുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്യാനിൽ ഡ്രോപ്പ് വരണം. നോക്കി ഒരു FEG-ന്ന് കണ്ടോ, അവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു FEG-ന്ന് ടാപ്പ് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് പോകണം. വെയിറ്റ് 1:45 ടൈമുണ്ട്, നോക്കാം. നെക്സ്റ്റ് ക്യാനിൽ പറക്കോ ഇല്ലയോ നമുക്കറിയില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. എപ്പോഴും ഹവർലി ക്യാനിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വോളറ്റിലിറ്റി കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഓൾമോസ്റ്റ് നെക്സ്റ്റ് ക്യാനിൽ ഓപ്പൺ ആണത്. ഓക്കെ, 5 മണി വരെ ആയി. നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓൾമോസ്റ്റ് ടൈം നോക്കലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമും തന്നെ ഞാൻ സംസാരിക്കുകയും ചെയ്തു. ഓൾമോസ്റ്റ് ഒരു 1 hour and 50 1 മണിക്കൂർ 50 മിനിറ്റ് നമ്മൾ ട്രേഡ് എടുത്തിട്ട്. ഇതിൻ്റെ റീസൺ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കൺസോൾട്ടേഷൻ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1 hour and 50 minutes കിട്ടി. അതുകൊണ്ടാണ് ആ ഡ്രോപ്പ് കിട്ടിയത്. ഈ ഒരു ഡ്രോപ്പ് നമുക്ക് നേരത്തെ കിട്ടേണ്ടതായിരുന്നു, പക്ഷേ കിട്ടിയില്ല. പക്ഷെ അത് പറഞ്ഞിട്ട് നമുക്ക് ട്രേഡ് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ ഒരു പ്ലാൻ ബേസ് ചെയ്തിട്ട് തന്നെ ഹോൾഡ് ചെയ്യണം. ഇവിടെ നമ്മൾ പാർഷ്യൽസ് ബുക്ക് ചെയ്യാനുള്ള റീസൺ അത്രയേ ഉള്ളൂ. ഇവിടുന്ന് ഇൻകേസും കാറ്റ് ഒരു റിവേഴ്സൽ വന്നു കഴിഞ്ഞാൽ
നമുക്കത് നഷ്ടപ്പെടുത്താൻ കഴിയില്ല, നമ്മൾ ഇത്രയും ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ്. അതുകൊണ്ട് നമ്മൾ പാർഷ്യൽസ് ബുക്ക് ചെയ്തു. ഇനി ഇവിടെ ട്രെയിലിംഗ് ഉണ്ട്, ഒരു ട്രെയിലിംഗ് ഉണ്ട്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. എന്തായാലും ഈ ഒരു FEG ടാപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുന്നതിനാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ ഉള്ളത്. വെയിറ്റ് ആൻഡ് സീ. നമ്മുടെ 1 ഹവറിൻ്റെ ക്യാനൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, ഞാനത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. 58 കണ്ടു. നമുക്ക് ആ ഒരു ഡ്രോപ്പ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. വേറൊരു ടിപ്പും കൂടി ഉണ്ട്, അതും കൂടി നിങ്ങൾ നോക്കുക. അതായത് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ എങ്ങോട്ടേക്കാണ് ഒരു ഫോഴ്സ് കിട്ടുന്നത്, ആ ഒരു ലെവലിലേക്ക് പോകാനുള്ളൊരു പോസിബിലിറ്റി കുറച്ചെങ്കിലും ഉണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് നമുക്കൊരു ഡ്രോപ്പ് കിട്ടിയൊരു ഹൈ, ഇപ്പോൾ ചെറിയൊരു വിൽക്കുണ്ട്, ഹൈ ക്രിയേറ്റ് ആയിട്ടുള്ളത്. അത് ബേസ് ചെയ്ത് നമുക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു ലെവൽസിലേക്ക് ഒരു ഡ്രോപ്പ് കിട്ടണം. അനാലിസിസ് ഓൺ ചെയ്യാം. ഈ ഒരു ലെവലിലേക്ക് മടുപ്പാണ്. ഓൾമോസ്റ്റ് 5 ആയി. വേണമെങ്കിൽ ഇവിടെ നമുക്ക് നമ്മൾ ട്രേഡ് എക്സിറ്റ് ചെയ്ത് മാറാനും പറ്റുന്നതാണ്. വെയിറ്റ് നോക്കാം. വെയിറ്റ് ചെയ്യുക, പേഷ്യൻസോടെ ഇരിക്കുക. ഓൾമോസ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ആയിട്ട് 2 minutes and 32 seconds ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ അപ്ഡേറ്റ് കാണിച്ചു തരാം. ഒരു കോള് വരുന്നുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ടാർഗറ്റ് കിട്ടുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. റീസൺ ഇത്രയേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഇത് സപ്പോർട്ട് ലെവലാണെന്ന് വിചാരിച്ചിട്ട് ബൈ ചെയ്ത എല്ലാ ആൾക്കാരും സ്റ്റോപ്പ് ലോസ് താഴെയുണ്ട്. ആ ഒരു വിക്കും കണ്ടിട്ട് കൂടുതലെണ്ണം ബൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നോർമലി ആ ഒരു ലോയിലേക്ക് ഇപ്പം ടേക്കിനോട്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഒരു തോട്ട് പ്രോസസ്സും കൂടി പറഞ്ഞുതരാം. ഇൻ കേസ് നമുക്കിതിൻ്റെ ലോ പോക്കാൻ ഞാൻ പറഞ്ഞു കുറച്ച് ഈ ഒരു ലെവലിൽ നേരെ ബുക്ക് ചെയ്യുന്നുണ്ടാകാം. അതേപോലെ തന്നെ ചില ആൾക്കാർ നമുക്ക് ഡൗൺ സൈഡിലേക്ക് പോകുന്ന സമയത്ത് ചിന്തിക്കുന്ന വേറൊരു കാര്യമാണ് കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാമെന്നുള്ള കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞു ഡൗൺഫാൾ വരുന്ന സമയത്ത് ഓക്കെയാണ്, ഇമീഡിയറ്റ് ആയിട്ട് റിട്ടേൺ വരാൻ പോസിബിലിറ്റി. അതുകൊണ്ട് തന്നെ അഗ്രസീവായിട്ട് എക്സിറ്റും കാര്യങ്ങളും നോക്കണം. ചില സമയത്ത് നമുക്ക് നല്ലൊരു ഫാളും കിട്ടിയേക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ടാർഗറ്റോട് പ്ലേസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നത് ഇവിടെ എത്തുമ്പോൾ മാനുവലി എക്സിറ്റ് ചെയ്യാൻ വേണ്ടി. ചില ആൾക്കാർ വീണ്ടും ഞാൻ പറഞ്ഞ ഈ ഒരു ലെവലാണ്, ചില ആൾക്കാർ വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യും ഈ ഒരു ഡൗൺഫാൾ കണ്ടിന്യൂ ചെയ്യും. ചിലപ്പോൾ കിട്ടിയേക്കാം. പക്ഷേ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു റിവേഴ്സൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്ര വരെ കിട്ടിയുള്ള പ്രോഫിറ്റും കാര്യങ്ങളെല്ലാം ഇല്ലാതാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മളെ ലെവലിൽ തന്നെ ടാർഗറ്റും കാര്യങ്ങളും ബുക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ, നമ്മൾ 1:2 ആണ് ഓൾറെഡി പ്ലാൻ ചെയ്തു. എല്ലാ പ്ലാനും കാര്യങ്ങളും നിങ്ങളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ട്രേഡും കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്തിട്ടുള്ളതെന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ക്യാനിൽ ഇപ്പം തന്നെ നമുക്കൊരു ടാർഗറ്റ് കിട്ടും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഫാൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കൺഫേം ചെയ്യാം. ഓക്കെ, ഒരു റിവേഴ്സൽ കാണിക്കുന്നു. 1 minute. ഇമീഡിയറ്റ് ആയിട്ടൊരു ബൈ റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഓൾമോസ്റ്റ് 5 o'clock ശേഷം ആയിട്ടുണ്ട്. ഈ ഒരു ഏരിയ നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളും ബുക്ക് ചെയ്ത് മാറാം. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ക്യാൻഡലും കാര്യങ്ങളും വന്നിട്ടില്ല. അതേപോലെ തന്നെ നല്ലൊരു ബൈ റിയാക്ഷൻസും വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യലാണ്. ജസ്റ്റ് ഇമോഷൻ്റെ പുറത്ത് ക്ലോസ് ചെയ്യുന്നതല്ല, ഓൾമോസ്റ്റ് ടൈം ആയി. ഞാൻ നേരത്തെ ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ടാർഗറ്റും കാര്യങ്ങളിലേക്ക് കിട്ടിയേക്കാം. ഇൻ കേസ് ഇവിടുന്ന് റിവേഴ്സൽ വരുത്താണ്, അൺവാണ്ടഡ് ആയിട്ടുള്ള റിവേഴ്സൽ കിട്ടലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആവശ്യമില്ല, ഒരു പ്രോഫിറ്റ് കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ട്രേഡ് അനാലിസിസും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ട്രേഡ് ക്ലോസ് ചെയ്യലാണ്. അപ്പോൾ കുറച്ച് ട്രേഡ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ആണ്. അതായത് പ്രൈസ് നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുത്തു. ഈ ഒരു ഏരിയയിൽ എക്സിറ്റ്, ഈ ഒരു ഏരിയയിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റിവേഴ്സലായ സമയത്ത് അല്ലേ. ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് ടാർഗറ്റ് കിട്ടുമെന്ന് പറഞ്ഞു, പക്ഷെ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ട് ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം അപ്സൈഡിലേക്ക് പ്രൈസ് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് വീണ്ടും നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ആ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഞാൻ കാണിച്ചു തരാം. പ്രൈസ് നല്ല രീതിയിൽ നമുക്കൊരു ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്സൈഡിലേക്ക് പോയ സമയത്ത് ഞാൻ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ സെൻട്രൽ പോയിന്റ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഷോർട്ട് ചെയ്തു എടുത്തിട്ടുള്ള ട്രേഡാണ്. സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ഹൈ ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നത്. ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് ഓൾമോസ്റ്റ് 1:2 എന്നുള്ള രീതിയിലാണ്. 1:2 താഴോട്ട് നമുക്ക് ടാർഗറ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് ടാർഗറ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 2 ട്രേഡ് എടുത്തിട്ടുണ്ട്. 2 ട്രേഡ് നമുക്ക് പ്രോഫിറ്റിൽ റൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.
ഓക്കെ. ഇനി ഞാനിപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ചെറിയൊരു പെർസെൻറ്റേജ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ന്യൂസിൽ 0.1 എന്നുള്ള രീതിയിലൊരു ചെറിയൊരു പോയിന്റ് വെച്ചിട്ടുണ്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ കേസ് നമ്മൾ ആ ഒരു ഡയറക്ഷനിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു 10-40 പോയിന്റ് കിട്ടും. ഒരു $40 സംതിങ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നോക്കാം. എല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു ബ്രേക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ എക്സിറ്റ് ചെയ്ത് മാറാനാണ് പ്ലാൻ ഉള്ളത്. ഓക്കെ.